ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച 7-ാം ദിവസമായിരിക്കുന്ന ശവത്തിൽ നിങ്ങളോട് ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാനും ദൈവത്തിന്റെ വചനത്തിൽ കൂടെ സംസാരിപ്പാനും ഒക്കെ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു സന്തോഷത്തിന്റെ ശബദ ആശംസ ഞാൻ നേരുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പകലിലെ ഈ പ്രഭാതത്തിന്റെ ശബദിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ആരാധനയിൽ പങ്കെടുത്ത് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മന്നായിൽ അതിൻ്റെതായ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാചകം ഇപ്രകാരമാണ്: ക്രിസ്തു മഹത്വമേറിയ ഒരു ലോകത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അതിനാധാരമാക്കിയാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. സ്തോത്രം. എല്ലാ വാക്യങ്ങളെക്കാൾ വളരെയധികം പ്രത്യേകത നിറഞ്ഞതായിരിക്കുന്ന ഒരു വാക്യമാണ്. ഇന്ന് ലോകത്തില് കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്നതായ ഒരു കൂട്ടം വലിയൊരു ജനതയുണ്ട്. എന്നാൽ അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ വേറിട്ടതായിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുമുണ്ട്. കാണുന്നതിനെ വിശ്വസിക്കുന്നവരുണ്ട്, കാണാത്തതിനെ വിശ്വസിക്കുന്നവരുണ്ട്. കാണാത്തതിനെ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. അവർക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു ഉറപ്പുണ്ട്. ആയതുകൊണ്ടാണ് അവർ കാണാത്തതിനെ അവർ ഉള്ളതുപോലെ വിശ്വസിക്കുന്നത്. 2 കൊരിന്ത്യർ 5:7 പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിക്കപ്പെട്ടതായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ അവൻ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനെ വിശ്വസിക്കുകയും കർത്താവിന്റെ വാക്കും പ്രകാരം മുന്നോട്ട് പോകുകയും ചെയ്തതുകൊണ്ട് പല ദുരിതങ്ങൾ, പല പീഡകൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത്, ഒരു ശക്തിക്കും എന്നെ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർതിരിപ്പാൻ ആർക്കും സാധ്യമല്ല. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൈവത്തിന് സ്തോത്രം, ഇതിനൊന്നും എന്നെ വേർതിരിപ്പിക്കുവാൻ കഴിയില്ല. അത് പറയുവാനുള്ള കാര്യം, റോമ ഗവൺമെന്റിന്റെ അധീനതയിൽ ജീവിച്ച് ദൈവമക്കളെ ഉപദ്രവിച്ച് പൊക്കോണ്ടിരുന്ന കാലയളവിലാണ് ശൗലെന്ന വ്യക്തിയെ ദൈവം പിടിക്കപ്പെട്ടു, ദൈവം പിടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ തിരികെ കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കിയ ആ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അന്ന് തൊട്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും ലജ്ജിക്കാത്ത ഒരു നല്ല ശുശ്രൂഷകനായി, സുവിശേഷകനായി നിൽപ്പാൻ ആരാഗ്രഹിച്ചു? പൗലോസ് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് അറിയാം, എന്റെ മുൻപിൽ കാണുന്ന ഈ ലോകമല്ല, മഹത്വമേറിയ ഒരു ലോകം എനിക്ക് വേണ്ടി ദൈവം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്താണ് പറയുന്നത്? ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികയ്ക്കും, വിശ്വാസം കാക്കും. സ്തോത്രം. എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവകിരീടം ഞാൻ പ്രാപിക്കും എന്നുള്ള ആ ഓട്ടത്തിൽ അദ്ദേഹം, ദൈവത്തിന് സ്തോത്രം, ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഓടുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ലോകത്തിൽ കാണുന്നതിനെ അല്ല ഒരു ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം, അതിന്റെ പുറകെ അല്ല പോകേണ്ടത്. കൺമോഹമുണ്ടാകും, ജഡമോഹമുണ്ടാകും, ജീവിതത്തിലെ പ്രതാപമുണ്ടാകും. ഇതിന്റെ പുറകെ അല്ല ഒരിക്കലും ഒരു ദൈവമക്കൾ പോകേണ്ടത്. പിന്നെയോ ദൈവം ചൂണ്ടിക്കാണിച്ച മഹത്വമേറിയ ഒരു ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഈ മഹത്വമേറിയ ശുശ്രൂഷ നാം വിശ്വസ്തയോടുകൂടെ ചെയ്യുമ്പോൾ മാത്രമേ
അഥവാ ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമക്കൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു മഹത്വമേറിയ ഒരു രാജ്യം, ഒരു ലോകം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. എല്ലാവരുടെയും ചിന്ത ഈ ലോകത്തിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അങ്ങനെ മരിക്കും, ഇതാണ് സ്വർഗം, ഇവിടാണ് നരകം, ഇവിടെ എല്ലാം ആസ്വദിക്കാം എന്നുള്ളതായിരിക്കുന്ന ധാരണയിൽ പോകുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, ഹേ മൂഢ എന്നാണ് അവരെ വിളിച്ചിരിക്കുന്നത്. കാരണം നിന്റെ വിലയേറിയ പ്രാണനെ നീ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം നിനക്ക് ലഭിക്കും? ലോകത്തിനു വേണ്ടി എരിഞ്ഞിറങ്ങുവാനല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെയോ എന്റെ കർത്താവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കുവാൻ, ഓരോ തുള്ളി രക്തം പോലും കർത്താവിന് കൊടുക്കുവാൻ വേണ്ടി, കർത്താവിന് വേണ്ടി എരിഞ്ഞിറങ്ങുവാൻ വേണ്ടി ഒരു രക്തസാക്ഷിയായി മാറുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്നു, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നുവെങ്കിൽ എനിക്ക് ലാഭം, കാരണം അതും ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കണം. അങ്ങനെ മരിക്കാൻ പോലും തയ്യാറോടുകൂടെ ഇറങ്ങിത്തിരിക്കുന്നതായ ഒരു വലിയ ശുശ്രൂഷകനായിരുന്നു പൗലോസ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാൻ കാഴ്ചയിലല്ല, ഞാൻ വിശ്വാസത്താൽ അത്രേ ഞാൻ നടക്കുന്നത്. ലേഖനം 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാകുന്നു. പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ദൈവത്തിന് സ്തോത്രം. റോമാലേഖനമൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. 8:14 പറയുന്നതാണ്. ഇവിടെ 1 പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപങ്ങൾ, ലോകത്തിലുള്ളതും എല്ലാം പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതത്രേ അതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതൊന്നും ലോകത്തിൽ, ഈ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇതൊക്കെ ലോകത്തിൽ നിന്നുള്ളതാണ്, പിതാവിൽ നിന്നുള്ളതല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇതാകുന്നു ദൈവത്തിന് സ്തോത്രം. അവൻ നമുക്ക് തന്ന വാഗ്ദത്തം നിത്യജീവൻ തന്നെയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് അത് നിത്യജീവൻ തന്നെയാണ്. എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം, ഭൗതികങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഈ ലോകം ഒക്കെ ദൈവത്തിന് സ്തോത്രം വെന്ത് എരിയുന്നതായിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാകാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ എന്നെ ഇന്ന് കേൾക്കുന്നതായി, പ്രഭാതത്തിൽ കേൾക്കുന്നതായിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുന്നുള്ളത്, ദൈവത്തിന് സ്തോത്രം, ഈ വിളിക്കൊത്തവണ്ണം ദൈവം നമ്മളെ വിളിച്ചു. നമ്മൾ ഇനി ഉള്ളത് വിശ്വാസത്താൽ യാത്ര ചെയ്യുകയാണ്, വിശ്വാസത്താൽ മാത്രം. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചോട്ടെ, എന്തൊക്കെ നടന്നോട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. കാണുന്നതിനെയല്ല, കാണാത്തതിനു വേണ്ടി പ്രത്യാശിക്കുക. ആയതുകൊണ്ട് നമുക്ക് വേണ്ടി കാണിച്ചിരിക്കുന്ന ഒരു മഹത്വമേറിയ ഒരു ലോകം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ പോകുന്നത്. നമ്മൾ വിശ്വാസത്താലാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവ് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ. ആ ഒരു വിശ്വാസത്തിൽ എന്റെ കർത്താവ് വീണ്ടും വരും, എന്റെ കർത്താവ് രണ്ടാമത് വരും. ദൈവത്തിന് സ്തോത്രം. എന്നെ ചേർക്കുവാൻ അവൻ ഒരുക്കിയിരിക്കുന്ന ആ വലിയ ഭവനത്തിൽ, ആ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിന് സ്തോത്രം വരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ, ഈ ശബദിന്റെ മനോഹരമാകുന്ന ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ ചിന്തിപ്പാൻ ദൈവമേ, നീ നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവേ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചല്ലോ. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സത്യത്തിൽ നിന്ന് മാറാതെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശബദാരാധന ഓരോ ദേശങ്ങളിൽ, ഓരോ സഭകളിൽ നടക്കുന്ന എല്ലാ വിശുദ്ധ ശബദാരാധനയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഈ 7-ാം ദിവസം അനുഗ്രഹം പ്രാപിച്ചവരായി മടങ്ങിപ്പോകുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രഭാതത്തിൽ ഒരു ഹാപ്പി ശാബത്ത് നേടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.